الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഒന്നാമത്തെ വർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. ഇനി രണ്ടാമത്തെ വർക്ക് ജറുൽ ഇസ്മ എന്ന പാഠത്തിൽ രണ്ടാമത്തെ വർക്ക് അച്ഛമിൻ കുല്ല ജുംലത്തി മിനൽ ജുംലൽ ആത്തിയ ബിവളി ഹർഫിൽ ജരി മുലായിമിൻ ഫിൽ മക്കാനിൽ ഖാലി. ഇവിടെയൊക്കെ യോജിച്ച ഹർഫുൽ ജറുകൾ ചേർത്ത് എഴുതാനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒന്നാമത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ടില്ലായിരുന്നു, അത് നോക്കാം നമ്മൾക്ക് ആദ്യം. യഖ്തഉൻ നജ്ജാറു ആശാരിലെ, ആശാരി മുറിക്കുന്നു. അൽ ഖശബ മരത്തെ ബിൽ മിൻഷാരി, എന്തുകൊണ്ട്? വാളുകൊണ്ട് ആശാരി മരം മുറിക്കുന്നു. റഅയ്തു ത്വായിറ, ഞാൻ പക്ഷിയെ കണ്ടു. ഫിൽ ഖഫസി, കൂട്ടിൽ. അതുപോലെ യഖ്തഉൽ ഖിതാറു, ട്രെയിൻ മുറിച്ച് കിടക്കുന്നു. അൽ മസാഫത്ത, ദൂരം. മിനൽ ഖാഹിറത്തി, കൈറോയിൽ നിന്നും. മിനൽ ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയയിലേക്ക്. ഫി തലാസി സഅാത്തിൻ വ 20 ദഖീഖ, 3 മണിക്കൂറും 20 മിനിറ്റ് കൊണ്ട് കൈറോയിൽ നിന്നും അലക്സാണ്ട്രിയയിലേക്ക് എത്തുന്നു, മുറിച്ച് കിടക്കുന്നു എന്നർത്ഥം. ഓക്കെ. ലിൽ ബുസ്താനി, തോട്ടത്തിനെ കൊണ്ട്. ബാബാൻ, 2 വാതിലുകൾ. അലാ കുല്ലി ബാബിൻ ഹാരിസുൻ, എല്ലാ വാതിലിൻ്റെ മുകളിലുണ്ട്. മുകളിൽ എന്ന് പറഞ്ഞാൽ വാതിലിൻ്റെ അടുത്തുമുണ്ട്. ഹാരിസുൻ, കാവൽക്കാരുണ്ട്. ഇംതനാൽ മരീലു, രോഗി തടഞ്ഞു എന്നർത്ഥം. അനിൽ അഖിലി, തിന്നലിനെയും. വ അസ്ബഹ ലായഖ്വാൽ മഷി, വ അസ്ബഹ, അങ്ങനെ രാവിലെ സമയത്ത് പിന്നെ അവൻ ആയിത്തീർന്നു. ലായഖ്വാൽ മഷി, നടക്കാൻ ഒരു ശക്തിയില്ലാത്തവൻ ആയിത്തീർന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നത് ജറുൽ ഹർഫുൽ ജറും അതുപോലെ തന്നെ ഇസ്മു മജ്റൂറും കണ്ടെത്താനൊക്കെ ആയിരുന്നു. അതുപോലെ ഒന്നാമത്തേത് ബിൽ മിൻഷാർ, രണ്ടാമത്തെ ഫിൽ ഖഫസി, മൂന്നാമത്തെ മിനൽ ഖാഹിറത്തി ഇലൽ ഇസ്കന്ദരിയത്തി ഫി സലാത്തിൻ എന്നുള്ളതൊക്കെ അല്ലേ. ലിൽ ബുസ്താനി, അലാ കുല്ലിൻ, അതുപോലെ അനിൽ അക്കിലി, അലൽ മഷി എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും എഴുതിയല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പുതിയ പുതിയ പദങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. പിന്നെ രണ്ടാമത്തേത് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഹർഫുകൾ. അതെ, യഗൂസു അർറജുലു ഫിൽ മായി, അല്ലേ, വെള്ളത്തിൽ മുങ്ങുന്നു. രണ്ടാമത്തെ അഫൗന അനിൽ മുസീഇ, തെറ്റുകാരനിക്ക് തൊട്ട് ഞാൻ പുറത്തു കൊടുത്തു. മൂന്നാമത്തത് അസ്ഗൈന ഇലൽ ഹദീസി, സംസാരത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടു. ലാ തഅ്തമിദ്, നീ ആരെയും അവലംബിക്കരുത്. അലാ ഗൈരി നഫ്സിക, നീ നിൻ്റെ നഫ്സിനെ അല്ലാതെ ആരെയും നീ അവലംബമാക്കരുത്. ഇസ്തറൈതു സർജൻ, ഞാനൊരു ജീനി വാങ്ങി. ലിൽ ഹിസാനി, കുതിരയ്ക്ക് വേണ്ടി. തർഖുദു ദജാജത്തു, കോഴി കിടക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങുന്നു. അലൽ ബേലി, മുട്ടയ്ക്ക് മുകളിൽ. എൽമാവുൽ ബർക്കു, മിന്നൽ തിളങ്ങുന്നു. ഫിസ്സമായി, ആകാശത്ത്. ഇൻതശറന്നാസു, ജനങ്ങൾ വ്യാപിച്ചു. ഫിത്വരീക്കി, വയ്യിൽ. ആദൽ മുസാഫിറു, യാത്രക്കാരൻ മടങ്ങി വന്നു. ഇലാ വതനിഹി, അവൻ്റെ നാട്ടിലേക്ക് തന്നെ. വളഅത്തുൽ മിദാദ ഫിദ്ദവാത്തി, മഷിക്കുപ്പിയിൽ പാൻ വെച്ചു എന്നർത്ഥം. ഓക്കെ. അപ്പോൾ അതൊക്കെ. ഇനി മൂന്നാമത്തത് അച്മിൻ കുല്ല ജുംലത്തിൻ ജുംലാത്ത ബിവളി ഇസ്മിൻ മുനാസിബിൽ മക്കാനിൽ ഖാലി വഷ്കുൽ ആഖിറഹു എന്നാണ്. ഇവിടെ ഒരു ഇസ്മി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഹർഫുൽ ജർ ഉണ്ട്, അതിൽ ഒരു ഇസ്മുൽ ജർ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അതിൽ ഒന്നാമത്തത് ബറൈത്തുൽ കലമ, ഞാൻ പേന മൂർച്ച കൂട്ടി. പേന എന്ന പെൻസിൽ മൂർച്ച കൂട്ടി. ബിൽ, എന്തുകൊണ്ടാണ് ഞാൻ മൂർച്ച കൂട്ടിയതെന്ന് എഴുതട്ടോ. അതുപോലെ അടുത്തത് യുസ്നി അൽ മുഅല്ലിമു, അധ്യാപകൻ പ്രശംസിക്കുന്നു. അല, ആരുടെ മേലിലാണ് പ്രശംസിക്കുന്നത്? യുസാഖുൽ മുജ്രിമു, തെറ്റുകാരൻ നയിക്കപ്പെടുന്നു, കൊണ്ടുപോകപ്പെടുന്നു. മുജ്രിം എന്ന കുറ്റവാളി നയിക്കപ്പെടുന്നു. സാഖ് യുസാഖു, നയിക്കപ്പെടുന്നു പറഞ്ഞാൽ അവൻ കൊണ്ടുപോകപ്പെടുന്നു. ഇല, ഡാഷിലേക്ക് അല്ലേ. അതുപോലെ യൻസിലുൽ മറ്ററു, മഴ ഇറങ്ങുന്നു. മിന, ഇൽ നിന്നില്ലേ. യുസ്തഖ്റജു ദഹബു, സ്വർണം അത് ഖനനം ചെയ്തെടുക്കപ്പെടുന്നു അല്ലേ. ഇസ്തഖ്റജു, പുറത്തെടുക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ അതിനെ ഖനനം ചെയ്യുന്നു. മിനൽ എന്ന് എവിടുന്നോ എന്ന് അവിടുന്ന് എഴുതട്ടോ. അതുപോലെ അൽ ആഖിലു, ബുദ്ധിമാൻ. യബ്തഇദു, അവൻ വിദൂരത്താകുന്നു. അനിൽ, എന്തിനെ തൊട്ട് വിദൂരത്താകുന്നു? ബുദ്ധിമാൻ വിദൂരത്താകുന്നു എന്തിനെ തൊട്ട്, അതാണ് അവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ തുസ്നഉൽ അഹദിയത്തു, ചെരുപ്പുകൾ നിർമ്മിക്കപ്പെടുന്നു. മിനൽ, എന്തിൽ നിന്നാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് എഴുതുക. അതുപോലെ നിങ്ങളുടെ പുസ്തകത്തിൽ അടുത്ത ഉദാഹരണമുള്ളത് യൽമഉൽ ബർക്കു ഫിസ്സമായി എന്നുള്ളതായിരിക്കും. അതല്ല, ചില പുസ്തകത്തിൽ ഇതുണ്ടാവും. തൻദുറുൽ ബിന്തു വജ്ഹഹ
പെൺകുട്ടി അവളുടെ മുഖത്തേക്ക് നോക്കുന്നു ഫിൽ എന്തിൽ വെച്ചാണ് നോക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാവുക യൽമഉൽ ബർക്കു ഫി എന്നുണ്ട്, അവിടെ സമാ എന്ന് ചേർത്ത് കൊടുക്കാം, ഫിസ് സമായി എന്നായിരിക്കും. അതല്ല ഇതുള്ളവർ ഇതിന് ഉത്തരം ചെയ്താൽ തൻദുറുൽ ബിന്തു എന്ത് പറയുക, പെൺകുട്ടി നോക്കുന്ന വജഹ അവളുടെ മുഖത്തെ ഫിൽ മിർആത്താണ് കണ്ണടക്ക് കേട്ടോ, ഫിൽ മിർആത്തി. സൊന അൽ ഹദ്ദാദു എന്താ പറയുക, ഹദ്ദാദ് കൊല്ലപ്പണിക്കാരൻ നിർമ്മിച്ചു നഅലൻ, കൊല്ലപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിക്കാരൻ നിർമ്മിച്ചു നഅലൻ ചെരുപ്പിനെ. ആർക്ക് ചെരുപ്പ് മീൻസ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പ് ആർക്കായിരിക്കും? ഈ കുതിരക്കും അതുപോലെ ഉള്ള ലാഡർ ഉപയോഗിക്കുമല്ലോ ഇതിൻ്റെ കുതിരക്കും അതുപോലെ തന്നെ ഈ മേയുന്ന പശുക്കൾക്ക് കാളകൾക്കൊക്കെ. അതാണ് എന്താ പറയുക നഅലുകൊണ്ട് ഉദ്ദേശിച്ചതോടെ ലാഡർ നിർമ്മിക്കുന്നു എന്നാണ് അർത്ഥം. ഇരുമ്പ് പണിക്കാരൻ ഇരുമ്പിൻ്റെ ചെരുപ്പ് നിർമ്മിക്കുന്നു ലിൽ ഫറസി അല്ലേ, കുതിരക്ക് വേണ്ടി. ഓലിബ സയ്യിദു യജമാനൻ ദേഷ്യപ്പെട്ടു അല ഒരുത്തൻ്റെ മേൽ, ആ ഒരുത്തൻ ആര എന്ന് അവിടെ എഴുതുക. അതുപോലെ തന്നെ അഹ്റക്കൽ വലതു യദഹു കുട്ടി, അഹ്റക്കൽ വലതു കുട്ടിയുടെ വലതു യദഹു കുട്ടി അവൻ്റെ കയ്യിനെ കരിച്ചു. എന്തിനെ കരിക്കുക മനസ്സിലായല്ലോ, ചൂടാക്കി കരിച്ചു. എന്തുകൊണ്ടാണ് കരിച്ചത്? ബിൻ ഡാഷ്. അതുപോലെ തന്നെ അൽ ഇൽമു ഇൽമാണ് അഫ്ലലു ഏറ്റവും ഫضലുള്ളത് മിനൽ എന്തിനേക്കാളും അഫ്ദലുള്ളത് എന്താണെന്ന് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് നാലാമത്തത് കവിൻ സബഅ ജുമലിൻ ബി കുല്ലി മിൻഹാ ഹർഫുൻ മിൻ ഹുറൂഫിൽ ജദി ലത്തി തഅരിഫുഹാ വസ്തൗഫി ഹാദിഹിൽ ഹുറൂഫ്. 7 ജുംലകൾ ഉണ്ടാക്കണം. കെവിൻ സബഅ ജുമലിൻ 7 ജുംലകൾ ഉണ്ടാക്കണം. ബി കുല്ലി മിൻഹാ എല്ലാ ജുംലയിലും ഉണ്ടാകണം. ഹർഫ് മിൻ ഹുറൂഫിൽ ജരി ഏതെങ്കിലും ഒരു ഹർഫുൽ ജർ ഉണ്ടായിരിക്കണം. അല്ലത്തി താരിഫ നിങ്ങൾക്കറിയുന്ന വസ്തൗഫി ഹാദിഹി എല്ലാ ഹർഫുകളും ഉൾക്കൊള്ളിച്ചൊരു 7 ജുംലകൾ. ഓക്കെ, ഒന്നിൽ ഫി വെച്ചിട്ട് എഴുതുക, മറ്റൊന്നിൽ മിൻ വെച്ചിട്ട് എഴുതുക, അടുത്തതിൽ ബി വെച്ചിട്ട് എഴുതുക, അടുത്തതിൽ ലാം വെച്ചിട്ട് എഴുതുക, അല വെച്ചിട്ട് അന്ന വെച്ചിട്ടൊക്കെ ഓരോ ഉദാഹരണങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടാണ്, പുസ്തകത്തിലില്ലാത്ത പുസ്തകത്തിലെ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതട്ടോ. ഒരു 7 ജുംലകൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കുക. അടുത്തത് ഇസ്തമിൽ അസ്മാൽ അത്തഫി ജുമലിൻ താമ ബിഹൈസു യകൂനു കുല്ലു മിൻഹ മജ്റൂറൻ ബി ഹർഫിൽ ജരി. അടുത്തവർക്ക് ഇതൊക്കെ ജുംലയിൽ പ്രയോഗിക്കുക ഈ പദങ്ങളൊക്കെ. പക്ഷേ ഇതെന്തായിരിക്കും ഇസ്മുൽ മജ്റൂറായിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ മുമ്പിൽ ഒരു ഹർഫുൽ ജർ ഉപയോഗിക്കുക. എന്താ മിനൽ അർളി എന്നോ ഇലസമായി എന്നോ ഫിൽ മായി എന്നോ ബിൽ കലമി എന്നോ ഏതെങ്കിലും ഹർഫുകൾ മിനൽ അർളി ഇലൽ അർളോ മിനസമ ഇലസമ ഓ അല്ലെങ്കിൽ അലൽ മാ ഓ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് ഇതിൻ്റെ മുമ്പൊക്കെ ഓരോ ഹർഫുൽ ജർ ഉപയോഗിച്ചിട്ട് ഓരോ ജുംലകൾ ഉണ്ടാക്കട്ടോ. അപ്പോൾ 8 ജുംലകൾ ഉണ്ടാവും 5-ാമത്തതിൽ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥമല്ല അറുള് ഭൂമി സമ ആകാശം മാ വെള്ളം കലമ പേന ബാബു വാതിൽ കുറത്ത് പന്ത് ഷെറ് തിന്മ അൽ മൻസിൽ എന്ന് പറഞ്ഞാൽ വീട്. എന്താണ് പറയുക, ഞാൻ മാറി നിന്നില്ല. ഇബ്താഅതു അല്ലെങ്കിൽ ബഅതു അനിശ്ശരി തെറ്റിനെ തൊട്ടും ഞാൻ മാറി നിന്നു. അങ്ങനത്തെ സിമ്പിളായിട്ട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ പന്ത് കൊണ്ടോ അല്ലെങ്കിൽ പന്തിലേക്കോ വാതിലിലേക്കോ അല്ലെങ്കിൽ വാതിലിൽ നിന്നോ അല്ലെങ്കിൽ വാതിലിൻ്റെ മുകളിലോ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുകളിലോ എന്തായിട്ട് നിങ്ങൾ ചെയ്യുക. ഏതായാലും ഇതിനും മറ്റതും ഉണ്ടാക്കുക ഇതുണ്ടാക്കുക. 7-ാമത്തെ പറഞ്ഞത് ഏതെങ്കിലും ജുംലകൾ ഒരു 7 നമ്മുടെ ഈ ഹർഫുകൾ ഉൾക്കൊള്ളിച്ചുണ്ടാക്കാനാണ്. ഇതിൽ പറഞ്ഞത് ഈ ഇസ്മുകൾക്ക് മുമ്പ് ഒരു ഹർഫുൽ ജർ ഉപയോഗിച്ച് ജുംലകൾ ഉണ്ടാക്കുക. പിന്നെ അടുത്തത് തംരീനു ഫിൽ ഇൻഷാ ആണ്. അത് നോക്കുക. അജ്ബിൽ അസ്ഇലത്തൽ ആതിയ ബിജുമലിൻ താമിൻ ബിഹൈസു തസ്തമിൽ കുല്ലു ഇജാബത്തിൻ അലാ ഹർഫി മിൻ ഹുറൂഫിൽ ജരി ലത്തി അറഫ്തഹ എന്നാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഈ ഉത്തരങ്ങൾ എഴുതുമ്പോൾ എന്തായിരിക്കും ഹർഫ് ജർ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അയിന കിതാബുക്ക് നിൻ്റെ കിതാബ് എവിടെയാണ്? അപ്പോൾ എങ്ങനെ ഉത്തരം പറയാം? കിതാബി എൻ്റെ കിതാബ് എവിടെയാണ്? ഫി എന്നുള്ള ഉപയോഗിക്കുക. അപ്പോൾ ഫി ഹഖീബത്തി എൻ്റെ ബാഗിലാണ്, അല്ലെങ്കിൽ ഫിൽ ദഫ്തർ ഫി മേശയിലാണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അയിന കിതാബുക്ക് നിൻ്റെ കിതാബ് എവിടെയാണ്? അപ്പോൾ കിതാബി പിന്നെ ഒരു ഹർഫുൽ ജർ ഏതായിരിക്കും? ഫി ആയിരിക്കും ഉപയോഗിക്കുക. അതിന് ശേഷം നിങ്ങളൊരു ചേർത്ത് കണ്ട് ഒരു ഉത്തരം എഴുതുക. അടുത്തത് അയിന യുളൗ സർജുൽ മിനൽ ഹിസാൻ കുതിരയുടെ ജീനി എവിടെയാണ് വെക്കപ്പെടുക? എവിടെയാണ് വെക്കപ്പെടുക എന്നർത്ഥം. അപ്പോൾ എങ്ങനെ ഇതാ യുളൗ സർജു എവിടെയാണ്? കുതിരയുടെ പുറത്താണല്ലോ. അപ്പോൾ അല ലഹ്റിൽ ഹിസാനിലെ ലഹർ ആണ് എന്ത്? പുറത്തിനിക്ക്.
അതുപോലെ മതാ തൂഖദുൽ മസാബിഹ്, എപ്പോഴാണ് വിളക്കുകൾ അണക്കുക, വിളക്കുകൾ അല്ല കത്തിക്കുക, ഔഖദ് യുഖിദു ഊഖദ് കത്തിക്കപ്പെടുക, എപ്പോഴാണ് വിളക്കുകൾ കത്തിക്കുക, അത് നിങ്ങൾക്കറിയാം. തൂഖദുൽ മസാബിഹു എപ്പോഴാണ് സമയം നിങ്ങൾ എഴുതി കൊടുക്കുക. ഏതാണ് ഹർഫുൽ ജറ് അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ അയിന തുസാഫിർ ഫി ഉത്ലത്തി സ്വൈഫി, വേനൽക്കാലത്ത് അവധിയിൽ എവിടേക്കാണ് നിങ്ങൾ യാത്ര പോവുക, എവിടേക്കാണ് ഒരു സ്ഥലം എഴുതുക. അപ്പോൾ ഉസാഫിറു ഫി ഉത്ലത്തി സ്വൈഫി ഡാഷിലേക്ക് എന്നാണ്. അപ്പോൾ ഏതാ ഹർഫ് ഉപയോഗിക്കണം നിങ്ങൾക്കറിയില്ല, അത് എഴുതട്ടോ. പിന്നെ കൈഫ യുസ്താദു സമക്കു, എങ്ങനെയാണ് എന്തുകൊണ്ടാണല്ലേ, എങ്ങനെയാണ് മീനിനെ സ്വയ്ദ് പറഞ്ഞാൽ എന്താ, മീൻ പിടിക്കുക എന്നർത്ഥത്തിനാണ്. മീൻ വേട്ടയാടുക പറഞ്ഞാൽ മീൻ പിടിക്കുക എന്നർത്ഥം. മീനിനെ എങ്ങനെയാണ് പിടിക്കുക, എന്തുകൊണ്ടാണ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്താ പറയുക, ചൂണ്ടലിന് എന്താ പറയുക, മിസൊയ്യത എന്ന് പറയും. മിസൊയ്യത കേട്ടോ, മിസൊയ്യത. അപ്പോൾ യുസ്താദുസമക്കു ബിൽ മിസയ്യദത്തി, എന്ത് ചൂണ്ടൽ കൊണ്ടല്ലേ. ബിമ യൊക്കത്തവൽ ഖശബ്, എന്തുകൊണ്ടാണ് മരങ്ങൾ മുറിക്കുക, എന്തുകൊണ്ടാണ്. നമ്മളതിന് പറ്റിയൊരു പദം നമ്മൾ ഒന്നാമത്തെ ഉദാഹരണത്തിൽ പഠിച്ചിട്ടുണ്ട്. യഖ്തഉൻ നജ്ജാറുൽ ഖശബ ബിൽ മിൻഷാർ. അപ്പോൾ അതേ തന്നെ ഇവിടെ എഴുതിയാൽ മതി, യഖ്തഉൽ ഖശബു കൊണ്ട് അല്ലേ. പിന്നെ ലിമ തുഫ്തഹു നവാഫിദുൽ ഹുജറ, എന്തിനാണ് നവാഫിദുൽ ഹുജറ റൂമിൻ്റെ ജനലുകൾ തുറക്കപ്പെടുന്നത് എന്തിനാണ്. ഇഫ്തഹു നവാഫിദുൽ ഹുജറത്തി, എന്തിന്, കടക്കാനല്ലേ, പുറത്തു നിന്നും അകത്തേക്ക് പ്രകാശമോ എന്തെങ്കിലും കടക്കാൻ. അപ്പോൾ അവിടെ ഹർഫുൽ ജർ ഉപയോഗിച്ചിട്ട് ഉത്തരം എഴുതുക. ലിമ തുഫ്തഹു നവാഫിദുൽ ഹുജറ. ഓക്കെ, അടുത്തത് മിൻ ഐന യുസ്തഖ്റജു ദഹബു, എവിടെ നിന്നാണ് സ്വർണം അല്ലേ അത് ഖനനം ചെയ്തെടുക്കുന്നത്, എവിടെ നിന്നാണ്. യുസ്തഖ്റജു ദഹബു മിൻ, ഉത്തരം നിങ്ങൾ എഴുതുക. ഓക്കെ. പിന്നെ അമ്മൻ യബ്തഇദുൽ ആഖിലു, ബുദ്ധിമാൻ എവിടെ നിന്നാണ് മാറി നിൽക്കുക എന്നാണ്. അമ്മൻ യബ്തഇദുൽ ആഖിലു, ബുദ്ധിമാൻ എന്തിൽ നിന്നാണ് മാറി നിൽക്കുക, അപ്പോൾ തെറ്റിൽ നിന്നല്ലേ. അപ്പോൾ യബ്തഇദുൽ ആഖിലു അനിൽ ശരി, അല്ലെങ്കിൽ അനിൽ സഫാഹത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ട് നിങ്ങൾ എഴുതുക. പിന്നെ അടുത്ത തംരീനു ഫിൽ ഇൻഷാ ആണ്. തംരീനു ഫിൽ ഇറാബാണ്. എങ്ങനെയാണ് ഇറാബ് ഇതാണെന്ന് നോക്കാനുള്ളത്. അപ്പോൾ അത് നോക്കാം. നമൂദജ് യഊദുൽ ഗായിബു ഇലൽ വത്തനി എന്നുള്ളത് യഊദ് ഫീലു മുളാരി മർഫു, അൽ ഗായിദു ഫായിലു മർഫു, ഇല ഹർഫ് ജർ, അൽ വത്തനി ഇസ്മ മജ്റൂർ ബി ഇല കൊണ്ട് ജർ ചെയ്യപ്പെട്ട ഇസ്മ. അതുപോലെ തന്നെ ബിൽ ഇൽമി യസൂദുൽ മർഉ എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താ, യഊദുൽ ഗായിബു മറഞ്ഞയാൾ മടങ്ങി വന്നു, ഇലൽ വത്തനി അവൻ്റെ നാട്ടിലേക്ക്. ബിൽ ഇൽമി ഇൽമ കൊണ്ടാണ് യസൂദുൽ മർഉ ഒരു മനുഷ്യൻ നേതാവായി തീരുന്നത് എന്നർത്ഥം. ഇവിടെ ബാ ഹർഫ് ജർ, ഇൽമി എന്നുള്ള ഇസ്മ മജ്റൂർ ബിൽ ബാ. ഓക്കെ, ബിൽ ബാ കേട്ടോ, ബാ കൊണ്ട് ജർ ചെയ്യപ്പെട്ട ഇസ്മ. യസൂദ് എന്നുള്ള ഫീൽ മുളാരി മർഫു, മർഉ എന്നുള്ള ഫായിൽ മഫൂല്. പിന്നെ ഇതുപോലെ എന്ത് ചെയ്യണം, ആരി ബിൽ ജുമലൽ ആത്തിയ, താഴെ കുറച്ച് 4 ഉദാഹരണങ്ങളുണ്ട്. ഈ 4 ഉദാഹരണം ഇതുപോലെ ഇറാബ് ചെയ്യാനാണ്. അതിൽ ഒന്നാമത്തെ എന്താ, ലാ തൽഅബ് ബിന്നാർ, നീ തീ കൊണ്ട് കളിക്കരുത്. ലാ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാ എന്താണ്, ഹർഫു നെഹിയാണ്, അതുപോലെ തന്നെ ജസ്മിൻ്റെ. അപ്പോൾ ഹർഫ് നെഹിയൻ വ ജസ്മിൻ എന്നൊക്കെ എഴുതാം. പിന്നെ അതുപോലെ തൽഅബറല്ല ഫീൽ മുളാരി മജ്സൂമ്. ബിൻ നാരി എന്താ, ബി എന്നുള്ളത് എന്ത് എഴുതണ്ടി, ഹർഫു ജരിൻ, നാർ എന്നുള്ള ഇസ്മ മജ്റൂർ ബിൽ ബാഇ. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ എഴുതട്ടോ, ബാക്കിയുള്ളതൊക്കെ സിമ്പിളായിട്ട് എഴുതാം. തത്തല നുജൂമു ഫിസ്സമാ, ഈ ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. ഫീല്, അതുപോലെ തന്നെ ഫായില്, ജസ്മു ജർ, ഹർഫ് ജർ, ഇസ്മ മജ്റൂർ. അപ്പോൾ അതിനെ പരിപൂർണ്ണമായിട്ട് എഴുതണം. ഫെയില് മുളാരി മർഫു, അങ്ങനെ തന്നെ പരിപൂർണ്ണമാക്കി എഴുതണം. ഫായില് മർഫു അങ്ങനെയൊക്കെ എഴുതണം കേട്ടോ. അടുത്തത് അൽ ഫഹ്റത്തു മുഖ്തബിഅത്തുൻ ഫിൽ ഹുജറത്തി, അൽ ഫഹ്റത്തു എലി, മുഖ്തബിഅത്തുൻ അത് മറഞ്ഞിരിക്കുന്നു, ഫിൽ ഹുജറത്തി അതിൻ്റെ മാളത്തിൽ. അപ്പോൾ അൽ ഫഹ്റത്തു മുബത്തദ, മുഖ്തബിഅത്തുൻ ഖബർ. അപ്പോൾ മുബത്തദ മർഫു, ഖബർ മർഫു, അങ്ങനെ വിശദീകരിച്ച് ചെയ്തട്ടോ. ഫി എന്നുള്ളത് ഹർഫ് ജർ, അൽ ഹുജറത്ത് ഇസ്മ മജ്റൂർ ബി ഫി. ഓക്കെ. പിന്നെ അടുത്ത് തായ്ബൽ വലതു മിനൽ ജരി, തായ്ബൽ വലതു കുട്ടി ക്ഷീണിച്ചു, മിനൽ ജരി നടക്കലിനാൽ, നടത്തം കൊണ്ട് ക്ഷീണിച്ചു എന്ന അർത്ഥത്തിനിക്കാണ്. നടക്കാൻ ക്ഷീണിച്ചു എന്ന അർത്ഥത്തിനിക്ക്. അപ്പോൾ തായ്ബ മാലിയാണ്. അതുപോലെ തന്നെ അൽ വലദോ ഫായില്, പിന്നെ അതുപോലെ ഫായിൽ മർഫു, മിന ഹർഫ് ജർ, ജരി എന്ന ഇസ്മ മജ്റൂർ ബി മിൻ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വിശദീകരിച്ച് അതിൻ്റെ ഇറാബ് എഴുതുക. അപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്തിട്ട് അയച്ചു തരാം. അസ്സലാമു അലൈക്കും.